ഈ സൂപ്പർ വുമൺ എന്ന് കേൾക്കുമ്പോൾ മറ്റേ സിനിമയിലെ പോലെ ഇങ്ങനെ പാറി ചെന്നിട്ട് ഫൈറ്റ് ചെയ്യുക, അടിക്കുക, ഇടിക്കുക, ഇളിക്കുക, അതൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സീരിയസ്ലി നമ്മളൊക്കെ സൂപ്പർ വുമൺസ് തന്നെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വീട്, ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും ആ വീട്ടിലുള്ള എല്ലാ ജോലികളും നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ട് കരങ്ങൾ ആരുടേതാണ്? തീർച്ചയായിട്ടും നമ്മളുടേതാണ്. സോ നമ്മൾ സൂപ്പർ വുമൻസ് അല്ലേ. പക്ഷേ ഉണ്ടല്ലോ, ഈ സൂപ്പർ വുമൻസിൻ്റെ കാറ്റഗറിയിലോട്ടേക്ക് ഒരു ഇച്ചിരി കൂടെ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് അവിടെ ഒതുങ്ങി കൂടിക്കഴിഞ്ഞാൽ പറ്റില്ല. നമുക്കായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ആ ഒരു തോട്ട് വന്ന് ആദ്യത്തെ ഒരു പടി നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ വുമണിലേക്കുള്ള നമ്മുടെ ദൂരം ഉണ്ടല്ലോ കുറച്ചും കൂടെ കുറയും. പിന്നെ ഈ സൂപ്പർ വുമൺ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഒരു വേറൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? ടൈം മാനേജ്മെൻറ്റ്. കുറേ ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട് അവർക്ക് സമയമില്ല എന്ന്. ഓക്കെ, ഈ അവസരത്തിലുണ്ടല്ലോ ഞാനൊരു റിയൽ എക്സാമ്പിൾ പറയാം. ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, ജോസിനെ അറിയുന്ന 2-3 പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ആള് ഡെലിവറിക്ക് ശേഷം, ഡെലിവറി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ 2 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ, അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അവളുണ്ടല്ലോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 2 ഡേയ്സ് എന്തോ മാത്രമാണ് അവൾ വീഡിയോസ് ഇടാതിരുന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവൾ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അവൾ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഒന്നുമല്ല, പണ്ട് എപ്പോഴോ ഇട്ടിട്ടുള്ള വീഡിയോസ് ക്ലിപ്പാക്കിയിട്ടും പണ്ട് അവൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷോർട്സൊക്കെ അവൾ പിന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അവളുടെ ആ ഒരു ഫസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്കെന്നതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാനാണ് ആ ഒരു സിറ്റുവേഷനിലെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യോ എന്നെനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അവളോട് ആ സമയത്ത് ഭയങ്കര പ്രൗഡ് തോന്നി. സോ ജോസി ഇത് കാണുന്നുണ്ടെങ്കിൽ യു ആർ എ സൂപ്പർ വുമൺ. കാരണം ഡെലിവറിക്ക് ശേഷം എന്തൊക്കെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും അവൾ പാസ് ചെയ്ത് പോകാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അവളുടെ സ്വപ്നം എന്ന് പറയുന്ന യൂട്യൂബ് അവൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഞാനും ഏട്ടനും കഴിഞ്ഞ ദിവസമില്ലേ ഫോൺ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനൊരു ഡയലോഗ് കേട്ടു. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എനിക്കറിയില്ല, എൻഡിങ്ങും എനിക്കറിയില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു ഡയലോഗ് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഡയലോഗ് ഇതായിരുന്നു: ഇതിപ്പോൾ ഒരു കഴിവില്ലാത്ത ഒരുത്തനെ കൊണ്ട് ആ പണിയെടുപ്പിക്കുന്ന പോലെ ആയില്ലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഒരു കഴിവുമില്ലാത്ത ഒരു മനുഷ്യർ ഈ ലോകത്തില്ലാലോ. നമ്മളുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വിട്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കഴിവെങ്കിലും മിനിമം തന്നിട്ടാണ് പുള്ളിക്കാരൻ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കമൻറ്റിനോട് ഞാൻ തീർത്തും വിയോജിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉള്ള കഴിവുകളും ആഗ്രഹങ്ങളും ഒക്കെ ലോക്കറിൽ കൊണ്ടുപോയിട്ട് പൂട്ടി വെച്ചിരിക്കുന്നവർ. അങ്ങനെയുള്ളവരെ ഈ സൂപ്പർ വുമൺ കാറ്റഗറിയിലോട്ടേക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ കിട്ടി അടുത്ത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടുണ്ടല്ലോ ആ താക്കോൽ എടുത്തിട്ട് ലോക്കർ തുറന്ന് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, എന്താണോ നിങ്ങളുടെ സ്വപ്നം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. പിന്നെ ഈ സൂപ്പർ വുമൺ ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുടെയും പിറകെ പോകുമ്പോണ്ടല്ലോ 1000 മേലെ ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ചോദിക്കും. ഇപ്പം ഞാനൊരു കമൻറ്റ് എനിക്ക് വന്നത് പറയാം. ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾക്കൊരു കുഞ്ഞായതിനു ശേഷം ആൾ PSC എക്സാം പഠിക്കാൻ വേണ്ടി പോയപ്പം നാട്ടുകാരുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന്. എന്തായിരുന്നു? കല്യാണം കഴിഞ്ഞ് കുട്ടിയായില്ലേ, ഇനി വീട്ടിലിരുന്നാൽ പോരെ? ഈ കല്യാണം കഴിഞ്ഞ് കുട്ടിയായ ആൾക്കാർ ഭർത്താവിൻ്റെയും കുട്ടീൻ്റെയും കാര്യം നോക്കിയിട്ടാണ് നടക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ആര് ചെയ്യും? അപ്പോൾ ആ കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്, ബട്ട് സ്റ്റിൽ ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോകുമ്പം ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് വീട്ടിലുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി പുറപ്പെടുന്നെങ്കിൽ പോലും നമ്മൾ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനും നമുക്ക് സപ്പോർട്ട് തരാതിരിക്കാനും ഒരുപാട് പേര് ശ്രമിക്കും. ഒരുപാട് ആൾക്കാരുടെ കമൻസും ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷേ അതൊക്കെ ഉണ്ടല്ലോ ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ നമ്മൾ കാട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ആ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഈ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീടിന് പുറത്തോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ബിക്കോസ് ഇന്നത്തെ ടെക്നോളജി അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയൊക്കെ അത്രയ്ക്കും അടിപൊളിയായിട്ട് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ്. ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാനതിൽ ഹാപ്പിയാണ്. എനിക്കിതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതി തന്നെയാണ്. ഇതുപോലെ കുറച്ച് ആൾക്കാരോട് സംസാരിക്കുക, ഇങ്ങനെ വായിട്ടലിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി തന്നെയാണ്. അത് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയൊക്കെ ഞാൻ കൺവേർട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഇൻസ്റ്റാഗ്രാം വഴിയിട്ട് യൂട്യൂബ് വഴിയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ പറ്റും. പാട്ട് പാടാനുള്ളവർക്കാണെങ്കിലും സെയിം തന്നെ ചെയ്യാം. അഭിനയിക്കാൻ പറ്റുന്നവർക്കാണെങ്കിലും ചെയ്യാം. ഈവൻ ബിസിനസ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിലും സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കടൽ പോലെ കിടക്കുവാണ്. അതൊക്കെ നല്ല രീതിക്ക് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷേ ഈ പറയുന്നത് പോലെ ഓരോ ആൾക്കാരും ഡിഫറെൻ്റാണ്. ഓരോരുത്തരുടെ ക്യാരക്ടറും അവർ ചിന്തിക്കുന്ന രീതിയും ഒക്കെ ഡിഫറെൻ്റാണ്. നമ്മൾക്ക് ആരെയും ഒരിക്കലും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നീ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ നീ സപ്പോർട്ട് ചെയ്യണം എന്ന് നമുക്ക് ഒരിക്കലും കമ്പൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവിടെ എന്താണ് തീരുമാനിക്കേണ്ടതെന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. സോ ഏതൊരു നിങ്ങൾക്ക് അവർ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നിൽക്കാം. അല്ലെങ്കിൽ ഈവൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോയിട്ട് അത് നേടിയെടുക്കാം. ബട്ട് ഫൈനലി നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവർ ഹാപ്പി ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ വീട്ടമ്മയിൽ നിന്നും സൂപ്പർ വുമണിലേക്കുള്ളൊരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് കിലോമീറ്ററുകളിൽ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ല. എന്നാണോ ഏത് നിമിഷമാണോ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിറകെ പോയി തുടങ്ങുന്നത്, അന്ന് നമ്മൾ സൂപ്പർ വുമണിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാനൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളും തുടങ്ങുക. പയ്യെ 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 പോയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് ഏജും ഇതൊന്നും മാറ്റർ അല്ല കേട്ടോ. സൂപ്പർ വുമൺ ആവാൻ വേണ്ടിയിട്ട് ഏജിൻ്റെ ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മൾ ഈ പല എക്സാംസിനും ഒരു 35 അങ്ങനെ എന്തോ അല്ലേ, ആ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് പോലെ ഈ സൂപ്പർ വുമണിലോ കാറ്റഗറിയിലോട്ടേക്ക് ഒരു ഏജ് ലിമിറ്റേഷനും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് 45, 50, 60 വയസ്സായിക്കോട്ടെ, ഡസൻ മാറ്റർ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പൂവണിയിക്കുക. അല്ലാതെ വേറെ ആരും വരൂല കുട്ടികളെ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിറകെ ഓടിപ്പോയിട്ട് അതെല്ലാം അച്ചീവ് ചെയ്തെടുക്കേണ്ടത് നമ്മളാണ്. എല്ലാവർക്കും ഉണ്ട് ഈ സൂപ്പർ വുമൺ ആവാൻ വേണ്ടിയിട്ടുള്ള ചിറകൊക്കെ. ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ വന്നിട്ടും അതൊക്കെ ചുരുട്ടിക്കൂട്ടി ഇവിടെ വെച്ചിരിക്കുകയായിരിക്കും. പക്ഷെ അതൊക്കെ പയ്യൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് ഒന്ന് മൂരിയൊക്കെ നിവർന്നിട്ട് എല്ലാവരും പറന്നു പോകണം. പിന്നെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനും ലോറയും എൻ്റെ ചേട്ടൻ്റെ കുട്ടിയും കൂടെ സ്റ്റാർട്ടാക്കിയതാണ്. സീരിയസ്ലി പക്ഷേ ഇതിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എനിക്ക് ആഗ്രഹം വന്നത് നമ്മുടെ മൈ വേ ബൈ കല്യാണി ഇല്ലേ, ആളുടെ വീഡിയോ കണ്ടിട്ടാണ്. കാരണം ആളെ തന്നെ ഒന്ന് നോക്കി ആള് ഫസ്റ്റ് ഒരു സാധാ വീട്ടമ്മയായിട്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടാണ് ആളിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇന്നാൾ എവിടെയൊക്കെയാണ്, നിങ്ങൾ അവരുടെ ചാനൽ ഫോളോ ആക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പണ്ട് റെഗുലറായിട്ട് ഫോളോ ചെയ്യായിരുന്നു. ഇപ്പം ചില വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ബട്ട് ഇപ്പം ആൾ എന്തൊക്കെയോ കുറേ യൂട്യൂബിൻ്റെ മീറ്റപ്പിനൊക്കെ പോകണു. പിന്നെ കഴിഞ്ഞ ദിവസം ഏതോ ചാനലിലെ ഷോയിലൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം സീരിയസ്ലി അവൾ പാറി പറന്ന് നടക്കുകയാണ്. അന്ന് ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആൾക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവൾ പറയുന്നുണ്ട് അവളുടെ ഹസ്ബൻഡ് എന്തോ ഇതിന് ഓക്കെ ആയിരുന്നില്ല. പിന്നെ പയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സൂപ്പർ വുമൺ ആവാൻ റെഡിയല്ലേ?